ഹായ് ഓൾ, ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. സാധനം വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരാഴ്ചയായി. ഞങ്ങൾ ആദ്യമായിട്ട് ബുർജ് ഖലീഫയും ദുബായ് മാളൊക്കെ കാണാൻ പോവാണ്. ദിവസം നൈറ്റ് ഞങ്ങൾ ഇങ്ങനെ മൊത്തത്തിൽ കറങ്ങിയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ പോയി ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഫുള്ള് നടക്കുക, ആ ഒരു പ്ലാനിങ് ഒക്കെ ആയിട്ട് പോവാണ്. നോർമലായിട്ട് നമ്മൾ എവിടെ പോകുമ്പോഴും ടിക്കറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. ദുബായ് മാളാണ്, കുറേ നടക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം അവരാരും വന്നിട്ടില്ല. കപ്പിൾസ് മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളെ മാത്രം വിട്ടു. ഇപ്പൊ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ സമയം 4:30. ഇപ്പൊ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേ വ്യൂ, നമ്മ എന്തായാലും അവിടെ നടന്നിരുത്തുമ്പോ നൈറ്റ് വ്യൂ അങ്ങനെ മൊത്തത്തില് കാണാം എന്നുള്ളൊരു പ്ലാനിലാണ് ഈ സമയത്ത് പോണത്. ഞാൻ എന്നും ഡ്യൂട്ടിക്ക് പോകാറുള്ള അതിൽ കൂടെ കേട്ടോ. അത് കാരണം ഞാനിതെന്നും കാണാറുള്ളതാണ്. പക്ഷെ സന വീഡിയോയില് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും സന ഭയങ്കര എക്സൈറ്റഡ് ആട്ടാ ബുർജ് ഖലീഫ കാണാനായിട്ട്. ദുബായിൽ ആര് വന്നാലും എന്തായാലും മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു സ്ഥലമാണല്ലോ ബുർജ് ഖലീഫ. അപ്പൊ സന ഫസ്റ്റ് ആയിട്ട് കാണാൻ പോവാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. പോണം, കുറെ ഫോട്ടോ എടുക്കണം, കുറെ നടക്കണം, അതാണ് പ്ലാൻ. കാണണ്ടേ? എന്തേലും പറഞ്ഞു മാപ്പ് പറയണത് 11 മിനിറ്റിൽ എത്തുന്ന കേട്ടാ. സാധാരണ ഇക്കൊക്കെ ആയിട്ട് പോകുമ്പോ ഇക്ക വണ്ടി ഓടിക്കും, സുഖമായിട്ട് സൈഡിലിരുന്നാൽ മതി. എനിക്കാണെങ്കിൽ ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ ഒക്കെ വണ്ടി ഓടിക്കാൻ ഭയങ്കര മടിയാണ്. ഇതിപ്പോ വേറെ ഓപ്ഷൻ ഇല്ലാണ്ടായി പോയി. അപ്പൊ പിന്നെ വണ്ടി ഓടിക്കണം, ഒറ്റയ്ക്കെല്ലാം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോണത്. ഞാനിപ്പോ ഇതിവിടെ പറയാൻ കാരണം ഈ വീഡിയോ കണ്ട അയ്യോ എക്സിറ്റ് എടുക്കാൻ മറന്നുപോയി, വഴി തെറ്റി. അത് കുഴപ്പമില്ല, അടുത്ത എക്സിറ്റ് കിട്ടും. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇതിപ്പോ പറയാൻ കാരണം ഈ വീഡിയോ മുത്തു കാണണം. നാളെ തൊട്ട് എന്ത് പരിപാടിക്ക് വരുമ്പോഴും എന്നെ കിട്ടണ്ട. നാളെ തൊട്ട് എന്ത് പരിപാടിക്ക് പോകുമ്പോഴും മുത്തു വരണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ എടുക്കുന്നത്. ഫസ്റ്റ് ദുബായ് മാളിൽ പോവാം നമുക്ക്. മറ്റേ അവിടെ സമയം ഉണ്ടെങ്കിൽ ജീവിതം അങ്ങനെയാണ്. ഇന്ന് ഞങ്ങൾ വരുമ്പോ ഒരു സംഭവം ഉണ്ടായിട്ടാ. ഞങ്ങള് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ ഒരു മാക്സിമം ഒരു 1:30-2 മണി ആ സമയത്തൊക്കെ ഞങ്ങൾ ഇറങ്ങിയപ്പോ 4 മണിയൊക്കെ ആയി. സന്നോട് പറഞ്ഞു നീ പോയിട്ട് കാര്യമില്ല, നമുക്ക് അവിടെ എത്താൻ ഏകദേശം 1 മണിക്കൂർ പിടിക്കും, 4:30 ആകുമ്പോ ബുർജ് ഖലീഫ അടയ്ക്കുന്നു പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി ആകെ പ്രശ്നമായി. നീ പോണ്ട, നീ പോയിട്ട് എന്താ കാര്യം, നമ്മൾ കരയുന്നതിന്റെ ഒരു അവസ്ഥയിലായി. സനമോളുടെ ടെക്കി വർക്ക് ചെയ്തു. സനമോളപ്പൊ തന്നെ ക്രോം എടുത്ത് സെർച്ച് ചെയ്തിട്ട് പറഞ്ഞൊന്നുമില്ല, ബുർജ് ഖലീഫ അടക്കില്ല, 24 മണിക്കൂറാന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണ്. അങ്ങനെ സിനിമ പാർക്കിങ്ങില് കാറ് വിട്ട് കുറച്ചേരം അവിടെ നിന്ന് കറങ്ങി. മാളിലേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ പറ്റാണ്ട് അങ്ങനെ വഴിയൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങള് മാളിലെത്തി. ഈ കാണാട്ടാ ദുബായ് മാളില് ആര് വന്നു കഴിഞ്ഞാലും മസ്റ്റ് ആയിട്ട് ഫോട്ടോ എടുക്കേണ്ട സ്ഥലം. ഇതാ അത് ശരിക്കുള്ള വെള്ളം. വെയിലായോണ്ട് കാണാൻ പറ്റുന്നില്ല. വാ ഫോട്ടോ എടുക്കാൻ. ബുർജ് ഖലീഫയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തിട്ട് പോ, ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന്. രാത്രി വന്നാ മതിയായിരുന്നു. ഇപ്പൊ രാത്രിയാവും, 5:30 6 മണിയാകുമ്പോ ഇരുട്ടാവും. വാട്ടർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
സനക്ക് ഇവിടെ വന്നിട്ട് ബുർജ് ഖലീഫിനിൽ ഇഷ്ടമായത് ഇവിടുത്തെ ആൾക്കാരെ കേട്ടാ. ഇവിടുത്തെ ആൾക്കാരെ ഡ്രസ്സൊക്കെയാണ് സന നോട്ടാണ്. ഇവിടെ എത്ര അടുത്ത് ബുർജ് ഖലീഫ ഉണ്ട്, ബുർജ് ഖലീഫിന് ഒരു മൈൻഡും ഇല്ല. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എവിടെയോ എത്തിയിട്ട് അവിടെ ഒരു നല്ല ലൊക്കേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ബുർജ് ഖലീഫ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പോലെ അവിടെ എത്താനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആദ്യമായിട്ട് ഇതിൽ കൂടെ പോയി നോക്കണം. ഈ റീൽസിലൊക്കെ പറയണത് ശരിയാട്ടാ. നമ്മളെ ദുബായ് മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ എൻട്രൻസിൽ ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ ഇവിടെ ഈ പാർക്കിൻ്റെ ഏരിയയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നടക്കണം. എന്നാലും ഈ ഒരു പാർക്കിൻ്റെ ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് കിടിലൻ ഫോട്ടോസ് എടുക്കാം. നല്ല ഫോട്ടോസ് എടുക്കാൻ അറിയണം എന്നുള്ളൂ. എനിക്ക് അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം. ശരിയോ? അപ്പോൾ അടുത്ത പ്രാവശ്യം ഇനിയിപ്പോൾ ബുർജ് ഖലീഫ കാണാൻ വരുന്നവർ നമ്മളെ മാളിൻ്റെ പുറത്തിറങ്ങിയിട്ട് ആ എക്സിറ്റിൽ നിന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടന്ന് കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കാം. നല്ല കിടിലൻ ഫോട്ടോസ്. ഈ കാണുന്ന പാർക്കിൻ്റെ അല്ല, ഈ ഒരു സംഭവത്തിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒന്നും ആരുമില്ല. അവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ ഈ പാർക്കിലായാലും വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഫ്ലാഗ് ഉണ്ട്. പിന്നെ മറ്റേ സ്റ്റാച്ചു ഇല്ല ഇങ്ങനെ ടെല്ലിൻ്റെ ആ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം എല്ലാവരും ഇവിടെ വന്നാൽ മതി. അങ്ങനെ ഞാൻ തപ്പി നടന്ന ലൊക്കേഷൻ എത്തിയിട്ടാണ്. ഈ വിങ്സ് ആയിട്ടുള്ള ഫോട്ടോ കിട്ടും ബുർജ് ഖലീഫ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ളത്. പക്ഷേ അതിന് ചെറുതായിട്ടൊന്ന് ക്യൂ നിൽക്കണം. ഇത്രയുള്ള ക്യൂ. അങ്ങനെ ബുർജ് ഖലീഫൊക്കെ കണ്ടു, കുറേ ഫോട്ടോസ് എടുത്തു. ഇനി ദുബായ് മാള് കാര്യമായിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ എന്താ പറയുക, ഡേ ലൈറ്റിലും നൈറ്റായിട്ടും ഇങ്ങനെ ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായി. ഇനി കുറച്ച് നേരം ഒന്ന് ദുബായ് മാള് കണ്ടിട്ട് നമ്മൾ ഫുട്ബോൾ കളി ഉണ്ടെന്ന് അതിനായിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. ഓക്കെ, അത് ഞങ്ങളങ്ങനെ കറങ്ങി വീണ്ടും ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ തന്നെ എത്തി. ഇനി ദുബായ് മാൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാർജ് നമ്മളെ ഫോണിലില്ല. അപ്പോൾ ഈ വ്ളോഗ് നമ്മൾ ഇവിടെ വെച്ച് നിർത്താണ്. ഓക്കെ, ബൈ.